എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകുന്ന നന്മകൾ എത്രയോ വലുതാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രഭാതമാണ് ദൈവം നമുക്ക് ദാനമായി നൽകിയത്. ആകയാൽ നാം അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവം നമ്മളോട് സംസാരിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തിൻ്റെ പാദവിടുതലായിരിക്കാം. ഈ കൺവെൻഷൻ എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ബൈബിൾ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ പതിവിലും വിപരീതമായി പല പ്രാവശ്യം ഇവിടെ എന്ത് പഠിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി. പതിവിലും വിപരീതമായി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം നല്ലോണം അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് ധ്യാനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പല ആവർത്തി വായിച്ചു, ധ്യാനിച്ചു, പഠിച്ചു. അതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ചിന്തയാണ് നിങ്ങൾ ഒരുമിച്ച് പങ്കിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു അപ്രോച്ചിലാണ് ഇന്നത്തെ ക്ലാസ്, ഇന്ന് നാളെയും ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ബൈബിൾ ക്ലാസ്സുകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ്. നിങ്ങൾക്കതങ്ങനെ ഫീൽ ചെയ്യും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. കാരണം എൻ്റെ ഹൃദയത്തെ ഈ ചിന്ത വളരെയേറെ ഭരിക്കാനായിട്ടിടയായി തീർന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയത്തെ ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്: സഭയും ഞാനും, ചർച്ച് ആൻഡ് മീ. അപ്പോൾ നിങ്ങൾ പറയും, യോ ഞങ്ങൾ ഈ സഭയെക്കുറിച്ച് എത്ര തവണ കേട്ടിട്ടുള്ളതാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. എനിക്കറിയാം, നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് അപ്രോച്ചാണ്, ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. മുഖവരയായിട്ട് ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ചോദ്യം എൻ്റെ ക്ലാസ്സിൻ്റെ പ്രധാനമായിട്ടുള്ളത്. ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ സഭയിൽ എൻ്റെ റോൾ എന്താണ്. 2, സഭയെക്കുറിച്ച് എൻ്റെ മനോഭാവം എന്താണ്. 3-ാമത്തെ കാര്യം, ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും. ഈ 3 കാര്യം ഇന്നും നാളെയുമായി ഡയറക്റ്റായി ഇൻഡയറക്റ്റായി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയത്. ദൈവം ഈ ലോകത്തിൽ വെച്ച 2 ഇൻസ്റ്റിറ്റ്യൂഷനാണുള്ളത്. ഏതൊക്കെയാണ്? 1 കുടുംബം, 2 സഭ. ഇതിലേറ്റവും പ്രാധാന്യമുള്ളത് ഏതാണ്? പ്രശ്നവും. ഏറ്റവും പ്രാധാന്യമുള്ള ഏതാണ്? രണ്ടും ഞാൻ ചോദിച്ചില്ല. ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏറ്റവും പ്രാധാന്യമുള്ളത് കുടുംബമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിലൽപ്പം പോലും കുറവ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലെ പ്രാധാന്യമുള്ളതാണ് ദൈവസഭ. ഇവിടെ ഒരു ചോദ്യം, ആ ചോദ്യം ഇതാണ്. ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബേക്കർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ മനുഷ്യനുണ്ട്. അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമെങ്കിൽ നല്ലതാണ്. ഫാമിലി ഫ്രണ്ട്ലി ചേർച്ച് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിൽ ഫാമിലി സൈക്കോളജി മാസ്റ്റേഴ്സ് എടുത്തപ്പോൾ എനിക്ക് പഠിക്കാൻ കിട്ടിയ ബുക്കാണ്. അതിനെ റിവ്യൂ ചെയ്ത് വേണമായിരുന്നു എനിക്ക് എഴുതാനായിട്ട്. അപ്പോൾ ഫാമിലി ഫ്രണ്ട്ലി ചേർച്ച് എന്ന് പറയുന്ന ആ ബുക്ക് ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ ആ ബുക്ക് എൻ്റെ ജീവിതത്തെ ഒരുപാട് മാറ്റാനിടയായി. ബുക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതിനകത്തെ ബൈബിൾ പ്രിൻസിപ്പിൾസ് എൻ്റെ മാറ്റാനിടയായി. അതിലിങ്ങനെയാണ്, ആ ഇംഗ്ലീഷിൽ എഴുതിയത് ഞാൻ മലയാളത്തിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെയാണ് അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ മലയാളം: ലോകത്തിൽ നിന്നുള്ളതിൽ ഏറ്റവും ഉന്നതമായ ഒരു വ്യവസ്ഥാപിതമായ സംരംഭമാണ് സഭ. കാരണം ജനനം, രക്ഷ, സ്നാനം, കർത്താവിൻ്റെ മേശ, വിവാഹം, മരണം, എല്ലാ സന്തോഷവും ദുഃഖവും ഇത്രയേറെ ആനന്ദത്തോടെ ആസ്വദിക്കുന്ന വേറെ ഒരു വ്യവസ്ഥാപിതമായ സിസ്റ്റവും ഈ ലോകത്തിലില്ല. നമ്മുടെ സഭകളിൽ എന്തുണ്ട്? മരണമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുകയാണ്? ആഘോഷിക്കാന്ന് തെറ്റിദ്ധരിക്കേണ്ട. ആ മരണം അവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയുന്നത് സുവിശേഷമാണ്. ആ മരിച്ച വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പങ്കിടുന്നത്. നല്ല ഓർമ്മകൾ മാത്രമേ പറയുന്നുള്ളൂ. തെറ്റായ ഒരു കാര്യം പോലും ആ മരണത്തിന് പറയുന്നില്ല. ജനനം, ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറില്ലായിരിക്കാം,
പക്ഷേ ഓർത്ത് സ്തോത്രം ചെയ്യാറുണ്ട്. ഓരോ ബർത്ത്ഡേയും കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. രക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ സഭയെ വന്ന് എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടുന്ന കാര്യം സഭയിൽ പറയാറുണ്ട്, സ്നാനപ്പെടണമെന്ന് പറയാറുണ്ട്, സ്നാനപ്പെട്ടു എന്ന് പറയാറുണ്ട്. വിവാഹം കഴിക്കാൻ പ്രായമായെങ്കിൽ സഭയിലെ എൽഡേഴ്സ്, ദൈവദാസന്മാർ അതിന് കറക്റ്റ് ടൈമിൽ അവരത് ഉപയുക്തമായ ഒരാളിനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ വിവാഹം നടക്കുന്നു. ചുരുക്കത്തിൽ മറ്റുള്ള മതങ്ങളിലേക്കൊന്ന് നോക്കിക്കേ, ഇവരൊക്കെ ഈ രീതിയിൽ സന്തോഷിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് ആകെപ്പാടെ ഒരു കൂടിവരവെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് അവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചാണ്. ആ ചർച്ച് ശരിയായ രീതിയിൽ പോകുന്നില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സഭ ആരുടേതാണ്? ഈ സഭ ആരുടേതെന്നല്ല ഞാൻ ചോദിച്ചത്. സഭ ആരുടേതാണ്? കർത്താവിൻ്റെയാണ്, ദൈവസഭയാണ്, സംശയമൊന്നുമില്ല. നമുക്കൊരു വാക്യം, ആ വാക്യമാണ് നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും വലിയ ആരംഭം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യം. ആക്ട്സ് 20:28. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം. താങ്ക് യു. ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ അതിനകത്തു നിന്ന് 1-2 വാക്കുകൾ മാത്രം പറയാൻ പോവുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സഭ. അതിനകത്തുണ്ട് ദൈവത്തിൻ്റെ സഭ. 2, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. 2 പദമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. 1, ദൈവത്തിൻ്റെ സഭ. 2, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഇപ്പം സഭ ആരുടെയാ? ദൈവത്തിൻ്റെയാണ്. എങ്ങനെയാണത് സമ്പാദിച്ചത്? സ്വന്തം രക്തത്താലാണ്. ഈ സമ്പാദ്യം എന്ന് പറയുന്ന ഒരു പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പാദ്യം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബൈബിൾ ക്ലാസ് ആണ്, പ്രസംഗമല്ല. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബാങ്കിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നു, ലാൻഡിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നു, തിരിച്ചു കിട്ടും. ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ കർത്താവ് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു. എന്താ ഇൻവെസ്റ്റ്മെൻറ്റ്? തൻ്റെ സ്വന്തം രക്തം. അപ്പം എൻ്റെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും അതിനകത്തില്ല. ഒരു ദൈവസഭയിൽ ഞാൻ അംഗമാകും എന്ന് വരികിൽ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ആരുടെ ഇൻവെസ്റ്റ്മെൻറ്റാ? കർത്താവിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാ. അതിനകത്ത് എന്നെയും എന്താക്കി? ഭാഗമാക്കി. രക്ഷിക്കപ്പെടുന്നതിനകത്ത് നമുക്ക് എന്തെങ്കിലും റോളുണ്ടോ? രക്ഷിക്കപ്പെടുന്നതിനകത്ത് നമ്മുടെ എന്തെങ്കിലും റോളുണ്ടോ? ഉറക്കെ പറ, കുറഞ്ഞൊന്നുമില്ല, തെറ്റൊന്നാലും പ്രശ്നമില്ല. നമ്മുടെ റോളുണ്ടോ? ഒരു റോളും ഇല്ല. മോഡേൺ തിയോളജിയൻസ് പറയുന്നത് നമുക്ക് റോളുണ്ടെന്നാ, പാർട്ടുണ്ടെന്നാ. നോ പാർട്ട്. അപ്പോൾ വിശ്വസിക്കാനായിട്ട് നമ്മൾ ഒരു പാർട്ട് വേണ്ടേ? വിശ്വാസം പോലും നൽകിയതാരാ? സ്വർഗത്തിലെ ദൈവമാണ്. ഫിലിപ്പിയൻസ് 1:27 വായിച്ചോളൂ. സംശയം നിവാരണം ചെയ്ത്, ഇതല്ല നമ്മുടെ വിഷയമെങ്കിലും ആർക്കെങ്കിലും സംശയം തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് വായിക്കാം. ഫിലിപ്പിയർ 1:27. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നത്. എന്താ വാക്യം? ശ്രദ്ധിക്കണം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല. രണ്ടാമത്തെ പാർട്ട് അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും വരം നൽകി. 2 കാര്യത്തിന് വരം നൽകി. ഒന്നാമത്തെ വരം എന്താ? ക്രിസ്തുവിൽ വിശ്വസിക്കുക. അത് വരമാണ്, ഗിഫ്റ്റാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് ഫ്രം അവർ മെറിറ്റ്. നമ്മളുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല. വിശ്വസിക്കാനുള്ള കൃപ നൽകിയതും ആരാ? പറഞ്ഞാട്ടോ, ആരാ? ദൈവമാണ്. നമ്മൾ അംഗീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആർദ്രമായ കാര്യം. എഫേസ്യർ 2-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി.
എന്തായിരുന്നു എൻ്റെ പാർട്ട് അതിനകത്ത്? എന്തായിരുന്നു? ഒന്നുമില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഉണ്ടോ? ഇല്ല. അവിടെ 3 പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, കരുണാസമ്പന്നനായ ദൈവം. 2, മഹാസ്നേഹം. അടുത്ത വാക്യത്തിനകത്ത് തൻ്റെ കൃപയുടെ അത്യന്ത തരത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് വാത്സല്യത്തിൽ എന്നൊരു പദം. സ്നേഹത്തിൻ്റെ 3 എക്സ്പ്രഷൻസ് അവിടെ കാണാം. കരുണ, സ്നേഹം, വാത്സല്യം. ഇത് മുഴുവൻ നൽകിയതാരാ? ഉടയതമ്പുരാൻ. നമുക്കെന്തെങ്കിലും പാട്ടുണ്ടോ? എല്ലാവരും എന്തോ പറ്റി ഇങ്ങനെ നിശബ്ദരായിട്ടിരിക്കുന്നു? ലൈവ് വൈബായിട്ടിരിക്കും. രാവിലെ അല്ലേ? നമുക്കെന്തെങ്കിലും പാട്ടുണ്ടോ? ഇല്ല. തിരുവചനം വ്യക്തമാണ്. ഇനി ആരെങ്കിലും നിങ്ങളോട് പറയാണ് അതിനകത്ത് എനിക്ക് ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ദുരുപദേശമാണ്. നമുക്കൊരു പങ്കുമില്ല. ദൈവത്തിൻ്റെ അവദാനം. 5-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയിലുള്ള ഭക്തിയോടുകൂടി അങ്ങേ ആരാധിക്കും. എന്താ അർത്ഥം? കൃപയുടെ ബഹുത്വം. അപ്പോൾ നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ ആണ് സഭ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. സഭ എന്താണ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം സഭ എന്തല്ല എന്ന് പറയുന്നതാണ്. സഭ എന്തല്ല? സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, ഈ ബിൽഡിംഗ് അല്ല. ചേർച്ച് എന്ന് പറയുന്നത് എന്തല്ല? ഈ ബിൽഡിംഗ് അല്ല. സാധാരണഗതിയിൽ ആളുകൾ ചർച്ചിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ സഭയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് ആണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു കൺസെപ്റ്റ്. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്ന ഒരു കെട്ടിടമല്ല. 2, സഭ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. പോപ്പിൻ്റെ അണ്ടറിലുള്ള സഭ, ബാവായുടെ അണ്ടറിലുള്ള സഭ, മെത്രാൻ്റെ അണ്ടറിലുള്ള സഭ, അങ്ങനെയൊന്നും പറയാനായിട്ട് വേദപുസ്തകത്തിലേ ഇല്ല. സഭ എന്തല്ല? ഒരു വ്യക്തിയുടെ പ്രതിരൂപമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ല സഭ. 3-ാമത്തെ കാര്യം, സഭ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. പരിപൂർണരായ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമല്ല. പെർഫെക്റ്റ് ആയുള്ള ആളുകൾ മാത്രമേ സഭയിലുള്ളൂ. ഇല്ല, അങ്ങനില്ല. പെർഫെക്റ്റ് അല്ലാത്ത ഒത്തിരി പേരുണ്ട്. ഷോർട്ട് കമ്മിങ്സ് ഉള്ള, കുറവുകളുള്ള, ബലഹീനതകളുള്ള ഒരുപാട് ആളുകൾ ദൈവസഭയിൽ ഉണ്ട്. അതിൻ്റെ അർത്ഥം ചെയ്യുന്നതെല്ലാം ബലഹീനതയാണെന്നല്ല. ബലഹീനതകളുണ്ടാകാം. പെർഫെക്റ്റായ കുറേ ആളുകളുടെ കൂട്ടമല്ല. അതിനകത്ത് അല്പം ദേഷ്യമുള്ളവർ കാണും, കോപമുള്ളവർ കാണും, ക്രോധമുള്ളവർ കാണും, കൂറ്റാരം. എന്താ ഈ കൂറ്റാരം എന്ന് പറഞ്ഞ്? കൊലോസിലേഖനത്തിൽ ഒരു പ്രയോഗമാണ് കൂറ്റാരം. അതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്താണെന്നറിയാം? അതിൻ്റെ ഗ്രീക്കിൻ്റെ അർത്ഥം ഇതാണ്. എങ്ങനെയുണ്ട് റെജി കെ തോമസ്? പരവാകില്ല. ഞങ്ങളുടെ കന്നഡയിൽ പറഞ്ഞു പരവാകില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം എന്തോ കുഴപ്പമുണ്ടല്ലോ, ഇത്രേ പറയുള്ളൂ. അതിനെ കേൾക്കുന്നവരെന്ത് ചെയ്യും? ഈ കൂറ്റാരം എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് എക്സ്പോസ് ചെയ്യുകയാണ്. ഓ, അദ്ദേഹത്തെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്ട് പുള്ളിക്ക് കുഴപ്പമുണ്ട്. എൻ്റെ പേര് പറഞ്ഞത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. അപ്പം വേറൊരാളെക്കുറിച്ച് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് കൊടുക്കുന്നൊരു സന്ദേശം, അതാണ് ഈ കൂറ്റാരം എന്ന് പറയുന്ന പ്രയോഗം കൊലോസിലേഖനത്തിൽ. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇൻവേർട്ടർ കോമ ഉള്ള ആളുകളുടെ കൂട്ടമാണ് ദൈവസഭ. ഭാര്യ പെർഫെക്റ്റ് ആണോ കുടുംബജീവിതത്തിൽ? നിങ്ങളോടാ ചോദിക്കുന്നത്. പെർഫെക്റ്റ് ആണോ എന്നാണോ? അല്ല. ഭർത്താക്കന്മാർ പെർഫെക്റ്റ് ആണോ? അല്ല. ഒരുപാട് കുറവുണ്ട്. പക്ഷെ കുറവ് മാത്രം നമ്മൾ കണ്ടാൽ അതിനേ സമയമുള്ളൂ. എല്ലാവർക്കും ബലഹീനതകളുണ്ടാകാം. ഒരച്ഛൻ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു വിശ്വാസി പറഞ്ഞു, ഈ പള്ളിയിലുള്ള ഒരു മുഴുവൻ കള്ളന്മാരാണ്. എന്താ കള്ളന്മാരാ? ഇങ്ങനെയുള്ളവരുടെ കൂടെയാണോ ഞാൻ ആരാധിക്കുന്നത്? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു ദിവസം നീ ഒരു മെഴുകുതിരി കയ്യിൽ എന്ത് ചെയ്യണം? കത്തിക്കണം. എന്നിട്ട് ഒരു 10 പ്രാവശ്യം ഈ ചർച്ചിന് ചുറ്റും വലം വെക്കണം. ഓർക്കണം, ആ മെഴുകുതിരി കെട്ടുപോകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ സ്ത്രീ ആ മെഴുകുതിരി ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. 10 പ്രാവശ്യം റൗണ്ട് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്ത് ചെയ്യരുത്? കെട്ടുപോകരുതെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ പ്രാവശ്യം അച്ഛൻ്റെ കൊണ്ടു കൊടുത്തു. ഉടനെ അച്ഛൻ ചോദിച്ചു, നീ എന്തെങ്കിലും പരിസരം ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. എന്നാ കാരണം? അങ്ങോട്ട് നോക്കിയാൽ ഇതെന്ത് ചെയ്യും? കെട്ടുപോകും. അതുകൊണ്ട് ഇതേ മാത്രമായിരുന്നു ശ്രദ്ധ. അപ്പം അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്,
നീ നോക്കേണ്ടത് നന്മ മാത്രമാണ്. പരിപൂർണരായ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമല്ല ദൈവസഭ എന്നുള്ളത് മനസ്സിലാക്കണം. അടുത്തത് ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. എന്താ അറിയാമോ? ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഉല്ലാസങ്ങളുടെ കേന്ദ്രമല്ല. ആട്ടും പാട്ടും എല്ലാ പരിപാടികളും സഭയിൽ. ഞങ്ങളുടെ നാട്ടിൽ സിനിമ കൊട്ടകമൊന്നും ഇല്ലാത്ത നാടാണ് ഞങ്ങളുടെ കർണാടകത്തിൽ. അതുകൊണ്ട് ഈ പള്ളിപ്പെരുന്നാൾ വരുമ്പോഴാണ് അവിടെ ഒരു സിനിമ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെന്ന് അവിടെ ഇറങ്ങിയപ്പം ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് അവിടെ ഒരു ബോർഡ്, ഞങ്ങളുടെ നെല്ലിയാടി അൽഫോൺസ ചർച്ചിൽ ആട് തോമ, ഒരു ഫിലിമിൻ്റെ പേര് എന്തുകൊണ്ടാ. അപ്പോൾ അവിടെ വലിയ ബോർഡ് വെച്ചിരിക്കുക. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇന്ന് ശനിയാഴ്ചയാണ്, ഇവിടുത്തെ പള്ളിയിലെ ഉത്സവത്തിന് എല്ലാ പ്രാവശ്യം പെരുന്നാളിന് ഞങ്ങൾ കാണിക്കുന്ന സിനിമയാണ്, ഈ പ്രാവശ്യം ഞങ്ങൾ ഇതാണ് കാണിക്കാൻ പോകുന്നത്. എന്താളാ ആയിസി പെരുന്നാളിന് വരാത്ത പാർട്ടികളും ഹിന്ദുക്കളും. കാരണം മലയാളം വളരെ വിരളമായിട്ടാണ് അവിടെ, അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്ക്രീനല്ല, ഡിജിറ്റൽ സ്ക്രീനൊന്നുമല്ല, തുണി വലിച്ചു കെട്ടി അവിടെ 22 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ആളുകളും ഉല്ലസിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സഭ എന്ന് പറയുന്നത് ഉല്ലാസങ്ങളുടെ കേന്ദ്രമല്ല, നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ഒരു കേന്ദ്രമല്ല. അവസാനത്തെ കാര്യം, സഭ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ഇടമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിഷ്ടമുള്ളത്, ബർത്ത്ഡേ ആഘോഷം നമുക്ക് സഭയായിട്ട് അങ്ങ് ചെയ്തേക്കാം. ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഘോഷിച്ചോളൂ, പക്ഷെ അത് ദൈവസഭ എന്തിനാണ് അതിന് കാരണമാക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്ഥലമേ അല്ല ദൈവസഭ. അതൊരു സ്പെഷ്യൽ ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ലളിതമായി ഞാനൊന്ന് പറയാൻ പോവാണ്. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു വാക്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ ഒരു പദം ദൈവത്തിൻ്റെ ആത്മാവ് 2 പദങ്ങൾ സംയോജിപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശൗൽ സഭയെ മുടിച്ചു. എവിടെ ചെന്നു? വീട് തോറും. വീടും സഭയും. വീട്ടിൽ ആരുണ്ട്? അവിടെ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ ആരുണ്ട്? പുരുഷന്മാരും സ്ത്രീകളുണ്ട്. സഭയിൽ ആരുണ്ട്? പുരുഷന്മാരും സ്ത്രീകളുണ്ട്. അടുത്തൊരു പദം കൂടെ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്, സഭയെ. അർത്ഥാൽ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് വരുന്നതിനെയാണ് ദൈവസഭ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ആശയം. ഇനിയും തിയോളജിക്കൽ ആശയത്തിലേക്ക് വരാം. നമ്മൾ വായിക്കുന്നുണ്ട്, വിളിച്ച് ചേർക്കപ്പെട്ടവരുടെ കൂട്ടമാണ് എന്ത്? സഭ. 2 ഗ്രീക്ക് പദങ്ങൾ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. തിയറി ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ വിളിച്ച് ചേർക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 47-ാം വാക്യം വളരെ പ്രസിദ്ധമാണ്. എന്താണ്? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏത് സഭയോട്? സാർവത്രിക സഭയോട്. സ്നാനത്തിൽ ഏത് സഭയോട് ചേരുന്നു? ലോക്കൽ ചർച്ചിനോട് ചേരുന്നു. ഇനി എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. 2-ാമത്തെ ചോദ്യം. ഈ സഭയും കുടുംബവും ഒരേ രീതിയിൽ പോകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ? പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്നുള്ളത്, ഒന്നാമത് കുടുംബത്തെ എന്ത് ചെയ്യും? ശിഥിലമാക്കും. കുടുംബത്തെ ശിഥിലമാക്കിയാൽ എവിടെ ശിഥിലമാകും? സഭ ശിഥിലമാകും. ഇതാണ് പിശാച് ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവണത. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങൾ എന്തൊരു സന്തോഷമായിരുന്നല്ലേ? ഇപ്പോഴോ? സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇനി ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക. ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുമ്പേ ഞാൻ പറഞ്ഞാൽ പരവാകില്ല, കുഴപ്പമില്ല. നമ്മൾ ഈ വസ്തുത ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു പിക്ചർ ചെയ്തിരിക്കുന്ന ശ്രദ്ധയാണ്. ഈഗിള് വന്ന് എന്ത് ചെയ്യാന്നറിയാം? കോഴിക്കുഞ്ഞിനെ കൊത്തിക്കൊണ്ട് പോകുന്നത് പോലെ ഇന്ന് ദൈവസഭകൾ, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം സഭകളിലേക്ക് വരുന്നവരുടെ എണ്ണം എന്ത് ചെയ്തു? ഭയങ്കര കുറവാണ്. പിള്ളേർക്കോ?
യൂത്ത്സോ, യുവതി യുവാക്കന്മാരോ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മുതൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മുതൽ ബൈബിൾ ക്ലാസ്സിനുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മളെപ്പോഴാണ് പഠിപ്പിക്കുന്നത്? മുസ്ലിംസിൻ്റെ അവരുടെ പള്ളിയിൽ പോകുന്നത് 5:30 ഞങ്ങളുടെ വീട് ചുറ്റും, എൻ്റെ വീടിന് ചുറ്റും മുസ്ലിംസ് ഉണ്ട്. അപ്പം ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പം കാണാൻ കഴിയുന്നത് 5:30 അവർ കൊച്ചു പിള്ളേർ, ഭയങ്കര തണുപ്പാണ്. ഇപ്പം ഫെബ്രുവരി വരെ ഞങ്ങളിവിടെ മരം കോച്ചുന്ന തണുപ്പാണ്. ഈ തണുപ്പത്ത് ജാക്കറ്റൊക്കെ ഇട്ട്, ജാക്കറ്റൊന്നും ഇല്ലാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ, പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടുണ്ടല്ലോ, അതിട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കാണും. നമ്മുടെ പിള്ളേരാണ് എന്നാ പറയും, ആ കിട്ടുന്നൊരു ഞായറാഴ്ചയല്ലേ, കൊച്ചൊന്ന് ഉറങ്ങട്ടെ. സാരമില്ല. അതുകൊണ്ട് അവരുടെ ഒരാളെ വിശ്വാസത്തിലേക്ക് വരുത്താൻ പറ്റുമോ? സ്ട്രോങ് ആണ് അവർ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളോ, ഇതെവിടെ ചെയ്യണ്ടേ? ഫാമിലിയിലാണ് ചെയ്യണ്ടേ. അതുകൊണ്ട് ഈ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. സിമ്പിൾ ചോദ്യം. ആ ചോദ്യം ഇതാണ്: നിങ്ങളുടെ സഭയിൽ ഏതെല്ലാം കുടുംബങ്ങളാണുള്ളത്? വ്യത്യസ്ത സഭയിലുള്ളവരോട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. മൈ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം എല്ലാവരും പറയണം, മിണ്ടാതിരിക്കരുത്, ലൈവായിട്ട് പറയണം. നിങ്ങളുടെ സഭയിൽ ഏതെല്ലാം തരത്തിലുള്ള കുടുംബങ്ങളാണുള്ളത്? ഈ രീതി ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞാട്ടെ, ഏതെല്ലാം തരത്തിലുള്ള, വാട്ട് ടൈപ്സ്, ഏതെല്ലാം തരത്തിലുള്ള ആളുകളാണ് നിങ്ങളുടെ സഭയിലുള്ളത്? പെട്ടെന്ന് പറയണം. ഏതെല്ലാം തരത്തിലുള്ള കുഞ്ഞുങ്ങൾ? ക്വസ്റ്റ്യൻ പിടികിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ക്വസ്റ്റ്യൻ പിടികിട്ടിയോ? ഇല്ല. ഓക്കെ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒരു പിക്ചറൈസേഷൻ ചെയ്തു തരാം. ഇനിയെങ്കിലും ഈ പിക്ചർ കണ്ടാലെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കുറേ മക്കളുള്ള കുടുംബമുണ്ട്, കുറഞ്ഞ മക്കളുള്ളവരുണ്ട്. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ഇതിങ്ങനെ തന്നെ പറയുമെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പിക്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ ഏകദേശം 12 ടൈപ്പ് ആളുകൾ നമ്മുടെ ചർച്ചിലുണ്ടെന്ന് വേഗത്തിൽ ഞാനൊന്ന് പറയാൻ പോവുകയാണ്. എന്നിട്ട് വാട്ട് ഈസ് മൈ റോൾ, എൻ്റെ റോൾ എന്താണെന്നുള്ളത് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലിയാണ്, ന്യൂക്ലിയർ കുടുംബം. എന്താ ഈ ന്യൂക്ലിയർ കുടുംബം എന്ന് പറഞ്ഞാൽ? ഭർത്താവ്, ഭാര്യ, 1, 2, 3. അപ്പം 3 ഉണ്ടെന്ന് വളരെ റെയറാണ്. 3. ഇതാണ് ഒന്നാമത്തെ കുടുംബം, ന്യൂക്ലിയർ കുടുംബം. ഈ ന്യൂക്ലിയർ കുടുംബം അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താണെന്നുള്ളത് ചർച്ചിലുള്ള എൽഡേഴ്സിനോ അവിടുത്തെ ദൈവദാസന്മാർക്കോ മനസ്സിലാകുന്നുണ്ടോ? അവർ അനുഭവിക്കുന്ന വറീസ് എന്തെല്ലാമാണ്, പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇതിനെക്കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക് ഒരു ചിന്ത പോലും ഇല്ല. ദൈവം നമ്മളെ സഭയാക്കി, ഒരു കുടുംബമാക്കി ഒരുമിച്ച് ചേർത്തിരിക്കുമ്പോൾ ഈ ന്യൂക്ലിയർ ഫാമിലിക്ക് വേണ്ടി കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സഭയിൽ എൻ്റെ ഓരോ റോൾ ആ കുടുംബത്തിന് മേലുണ്ട്. ഞാൻ അതിനെ ഇങ്ങനെ പറയാൻ പോവാണ്. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത്. എൻ്റെ ചർച്ചിലുള്ള 64 മെമ്പേഴ്സുണ്ട്. എൻ്റെ ചർച്ചിലുള്ള കുഞ്ഞ് 2ാമത്തെ വയസ്സ് മുതൽ 83 വയസ്സ് വരെയുള്ള 64 മെമ്പേഴ്സുണ്ട്. 64 മെമ്പേഴ്സിനെ എൻ്റെ ഒരു ലിസ്റ്റിനകത്തുണ്ട്. എൻ്റെ ഒരു ബുക്കുണ്ട്, അതിനകത്ത് ഈ 64 പേരുണ്ട്. ഈ 64 പേരെ ഓർത്ത് ഒരു ദിവസമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും, രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ടെങ്കിലും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, അത് 100% തെറ്റാണ്. ചെയ്യേണ്ടതാണ്, പക്ഷേ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മുടെ ചർച്ചിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ, എത്ര ഫാമിലി ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എൽഡേഴ്സിന് അറിയായിരിക്കാം, ദേവദാസന്മാർക്ക് അറിയായിരിക്കാം. ബാക്കി ചോദിച്ചാൽ ഒരു 10-35 പേര് കാണുമായിരിക്കും. കൃത്യമായിട്ട് അറിയാമോ? സത്യം പറയണം. അറിയാമോ? ഇല്ല. സത്യം അതാണ്, അറിയത്തില്ല. ന്യൂക്ലിയർ കുടുംബങ്ങളെക്കുറിച്ച് നമുക്കറിയാമോ? അപ്പനും അമ്മയും 1-2 മക്കളുണ്ട്, അവരല്ലെങ്കിൽ ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരാളെ ഉള്ളൂ. അവരനുഭവിക്കുന്ന, നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര സന്തോഷകരമായിട്ട്, സന്തോഷമാണ്, പക്ഷെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ അറിയാമോ? എല്ലാം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഓടിച്ച് പറയാൻ പോവാണ്. അവരുടെ പ്രശ്നം എന്നുള്ളത് ഈ ന്യൂക്ലിയർ കുടുംബത്തിൽ സംഘർഷങ്ങൾക്കുള്ള സാധ്യത വളരെയാണ്. കാരണം ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഭയങ്കര ആ കുഞ്ഞിനെ അവരെവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ ഈ കുഞ്ഞിനെ എവിടെ ആക്കും? ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എവിടെയാക്കും? സംഘർഷ സാധ്യതകളാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്തം വളരെ കൂടുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട്. ഐക്യവും സമാധാനവും എന്ത് ചെയ്യാനറിയാമോ, ന്യൂക്ലിയർ ഫാമിലിയിൽ ബെനിഫിറ്റ്സ് ആണ്, കൂടുതലാണ്. പരിമിതമായ കുട്ടികളുള്ളതുകൊണ്ട് മാക്സിമം സ്നേഹം എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് കൊടുക്കാം. പക്ഷേ വെല്ലുവിളികളും അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ വെല്ലുവിളികളുണ്ട്. എന്തൊക്കെയാണ് വെല്ലുവിളികളെന്നറിയാമോ? വെല്ലുവിളികൾ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ന്യൂക്ലിയർ കുടുംബത്തിൻ്റെ ദമ്പതികളിൽ നിന്നുള്ള, പേരൻസിൽ നിന്നുള്ള വളരെ മുതിർന്നവരിൽ നിന്നുള്ള അവസരം ഒന്നും ലഭിക്കുന്നില്ല പഠിക്കാനായിട്ട്. ഗ്രാൻഡ് പേരൻസിൽ നിന്നോ രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള വല്യപ്പച്ചിമാരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കഥ പഠിച്ചതായിട്ട് ഈ ന്യൂക്ലിയർ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ജനറേഷനിലേക്ക് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സഭയിൽ ന്യൂക്ലിയർ കുടുംബം ഉണ്ടെങ്കിൽ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉത്തരവാദിത്തം എത്ര വർദ്ധിക്കുകയാണ് എന്ന് ഓർക്കണം. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്. ചേട്ടനും അനിയനും, ചേട്ടന്മാരും അനിയന്മാരും, അനിയന്മാരുടെ ഭാര്യമാരും മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വരിക. ഇഷ്ടമാണോ? പറഞ്ഞേ. ഓ, വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ ജോയിൻറ്റ് ഫാമിലിയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്, അതേപോലെ ഒരുപാട് ദോഷമുണ്ട്. അതെല്ലാം വിശദീകരിക്കുന്നില്ല. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. ഈ ഒരുമിച്ച് ജീവിക്കാനിടയാകുമ്പോൾ കുട്ടികൾ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നറിയാമോ, പഠിക്കും. തോൽവി എന്താണെന്ന് പഠിക്കും, വിജയം എന്താണെന്ന് പഠിക്കും. ഒരു കാര്യം പരാജയപ്പെട്ടാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കും. ചേട്ടത്തി അനിയത്തി തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് പഠിക്കും. ഒരുപാട് ബെനിഫിറ്റ്സുകൾ അതിനകത്തുണ്ട്. ഞാനിത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം എൻ്റെ എയിം ഇതൊന്നും പറയുകയല്ല. അതുകൊണ്ട് ഈ സഭകളിലുള്ള ആളുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് DINK ഫാമിലിയാണ്. എന്താ DINK ഫാമിലി എന്ന് പറഞ്ഞാൽ? ഇതൊരു മോഡേൺ യൂസേജാണ്. ഡബിൾ ഇൻകം നോ കിഡ്. പണ്ട് ഗവൺമെൻറ് പറഞ്ഞു നമ്മൾ 2, നമുക്ക് 2. പിന്നെ ഗവൺമെൻറ് പറഞ്ഞു നമുക്കൊന്ന്, നാം 1, നമുക്കൊന്ന്. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് നാം ആരുമല്ല, നമുക്കാരും വേണ്ട. കല്യാണം പോലും വേണ്ട എന്ന് പറയുന്നവരുടെ എണ്ണം എന്ത് ചെയ്യുക, വർദ്ധിക്കുക. നിങ്ങൾക്കറിയാമോ, റീസെൻറ്റ് സർവേ ഞങ്ങൾ ചെയ്തൊരു ക്യാമ്പിൽ, ഏത് ക്യാമ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങൾ റീസെൻ്റായിട്ട് ചെയ്ത ഒരു ക്യാമ്പിൽ 613 കുഞ്ഞുങ്ങളെ ആ ക്യാമ്പിൽ വന്നു. ഞങ്ങൾ അവരെ ഇവാലുവേറ്റ് ചെയ്തു. അവരിൽ നിന്നൊരു പേപ്പർ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനകത്ത് കുടുംബ പ്രാർത്ഥന, രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന. ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ടോ? പേരൊന്നുമില്ല, പേരും സ്ഥലവും ഒന്നുമില്ല, കാരണം റാൻഡമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ തുറന്നെഴുതാൻ വേണ്ടിയാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സഭകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുള്ള 613 കുഞ്ഞുങ്ങളോളമുള്ള ആ ക്യാമ്പിൽ കൊടുത്തതിനകത്ത് 87% ആളുകൾ പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന വിവരം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്നാണ്. ഇനി കുട്ടികളുടെ ഏജ് കൂടെ ഞാൻ പറയാം. 14 മുതൽ 18 വരെയുള്ള ഏജ് ഗ്യാപ്പിലുള്ള കുട്ടികളെയാണ് ഞങ്ങൾ സർവ് ചെയ്തത്. 87% ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹം വേണ്ട. നിങ്ങൾ ഓർത്ത് നോക്കണം, ഇതിൻ്റെ സീരിയസ്നെസ്സാണ് ഞാൻ പറയുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ കണക്കാക്കരുത്, വളരെ സീരിയസ് ആണ്. ആരാണ് റെസ്പോൺസിബിൾ? ഫസ്റ്റ് പ്രിഫറൻസ് റെസ്പോൺസിബിൾ ആരാണ്? ഫാമിലിയാണ്. രണ്ടാമതേ വരുന്നുള്ളൂ എന്ത്? ചേർച്ച്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഞങ്ങളൊരു ക്ലാസ് എടുത്തു. വിവാഹം എന്ത് മധുരം എന്നാണ് ആ ക്ലാസിൻ്റെ ഹെഡിങ് ഇതായിരുന്നു. മാരേജ് എത്ര മധുരമാണ്. ഹെഡിങ് കേട്ടപ്പോഴത്തേന് പിള്ളേരെല്ലാം കൂടെ എന്ത് ചെയ്തു? ഞാൻ ആ ക്ലാസ് എടുത്ത്. പിള്ളേർ പറഞ്ഞു റജിയങ്ങളെ ഈ ക്ലാസ് വേണ്ടെന്ന് പറഞ്ഞു.
പക്ഷേ ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മാരേജ് എന്നുള്ളത് നെക്സ്റ്റ് ജനറേഷനെ ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്, അടുത്ത തലമുറ വെച്ചിരിക്കുന്ന കാര്യമാണ്, ബിബ്ലിക്കലി ഏറ്റവും ബെസ്റ്റായ പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ഹെഡിങ് എന്ത് ചെയ്തു വെച്ചത്, മാരേജ് എത്ര മധുരം. അടുത്ത പ്രാവശ്യം അടുത്തൊരു ക്യാമ്പിൽ ഞാൻ പോയപ്പോൾ അതിൻ്റെ ഹെഡിങ് ഞങ്ങൾ മാറ്റി. ഹെഡിങ് ഞാൻ നേരെ ഓപ്പോസിറ്റ് ആക്കി. എന്താ, വിവാഹം എത്ര ദുഷ്കരം. ടോപ്പിക്ക് സെയിമാ, പക്ഷേ അതിൻ്റെ ഹെഡിങ് ഞങ്ങൾ മാറ്റിയിട്ട് ഇത് തന്നെയാണെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത്. ഹെഡിങ് വരുമ്പോഴും ഓരോ പോയിന്റ് വരുമ്പോഴും ഇവരിങ്ങനെ ആനന്ദിക്കുകയാണ്. വിവാഹം കഴിക്കാത്തതിലുള്ള ദൗർബല്യങ്ങൾ, പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ 20 പ്രശ്നങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിവ്യൂ ഉണ്ട്. ഓരോ ഇത് കഴിഞ്ഞിട്ട് റിവ്യൂ നമ്മളെടുക്കും. റിവ്യൂവിൻ്റെ പേപ്പർ കൊടുത്തു, പറഞ്ഞു ഞങ്ങൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ ഇമ്പാക്റ്റുകൾ വളരെ കൂടുതലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും. റീൽസിന് അവസാനമുണ്ടോ? ഇൻസ്റ്റയിലെ റീൽസിന് അവസാനമുണ്ടോ? ഇല്ല. ഷോർട്സിന് അവസാനം. ഈ ഷോർട്സും റീൽസും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, കാരണം പിള്ളേരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ഇൻസ്റ്റയിൽ വരുന്ന റീൽസും യൂട്യൂബ് വരുന്നത് ഷോർട്സുമാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവസാനമുണ്ടോ? പത്രോസ്ലീഹ എന്താ പറഞ്ഞേ? വായിച്ചേ. പത്രോസ്ലീഹ പറഞ്ഞത് എന്താണ്? 2 പത്രോസ് 2-ാം അധ്യായം, 2 Peter chapter 2. അവിടെ ദൈവത്തിൻ്റെ വചനം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി. വേഴ്സ് എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയി, അതുകൊണ്ട് ഞാൻ അറിയാം. 2:14, 2 Peter 2:14, 2 പത്രോസ് 2:14 വായിച്ചേ. വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നു, പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്നു. ആ പ്രയോഗം ശ്രദ്ധിക്കണം, പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്നു. ഇംഗ്ലീഷ് വേർഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത് അറിയാം? ഒരു ലിവിങ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻഡിങ് എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് എൻഡിങ്. ഇതിങ്ങനെ വന്ന് ഒരെണ്ണം കഴിഞ്ഞ് അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ കൈ വെച്ച് വെച്ച് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഡബിൾ ഇൻകമാണ് നോ കിഡ് എന്ന് പറയുന്ന തലമുറ എന്ത് ചെയ്യുക? കൂടുക. നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്തേ. നിങ്ങളുടെ മക്കളോട് ചോദിച്ചിട്ടുണ്ടോ വിവാഹം കഴിക്കുന്നോന്ന്? അവരെന്ത് പറയുന്നറിയാം? തൽക്കാലം ഞാൻ ചിന്തിക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം എന്നാന്നറിയാം? അവർക്ക് നമ്മളോട് പറയാൻ പറ്റത്തില്ല, കല്യാണം വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. ഈ 17 വയസ്സ് വരെയുള്ള 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് സഭ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അടുത്ത സഭയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഫാമിലി വിത്ത് ഏജിങ് പേരൻസ്, പ്രായമുള്ള ആളുകളുള്ള ഭവനം. 70 വയസ്സ് കഴിഞ്ഞു, 80 വയസ്സായി, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ സഭയിൽ ഉണ്ടാകാം. പക്ഷെ അവർക്കൊരു ബാധ്യതയാണ്. അവരൊരു ബാധ്യതയാണെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത്. ഒരു ഗാന്ധി ഭവൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അടുത്ത മെയിൽ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് എന്നെ ഓൾറെഡി ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഗാന്ധി ഭവൻ ഏജ്ലി പേരൻസ് ആണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഗാന്ധി ഭവനിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഞാൻ അതിൻ്റെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഏതെല്ലാം ഏജ് ഡിഫറൻസ് ഉള്ളവരാണ് എന്നൊക്കെ ഒരു ലിസ്റ്റ് മേടിച്ചപ്പോൾ ഏതെല്ലാം സമൂഹത്തിലെ വിലയുള്ള ആളുകളാണെന്ന് നോക്കിയപ്പം രാഷ്ട്രീയക്കാരുണ്ട്, അവിടെ സിനിമാ ഫീൽഡിലുള്ളവരുണ്ട്, ഒരു കാലത്ത് രാജകീയമായി കഴിഞ്ഞ ആളുകളുണ്ട്, ആരും ഇല്ലാത്തവരായി പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഗാന്ധി ഭവനിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പ്രായമുള്ളവരെ പരിപാലിക്കാനായിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ കാരണം എന്നറിയാമോ? അവർക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. അവരെ ഈ പ്രായമുള്ളവരുടെ സമയം ചിലവഴിച്ചാൽ ഒരുപാട് പ്രയോജനമുണ്ട്. എന്നറിയാമോ? കുട്ടികൾ ഒരുപാട് മെൻ്റലി ഡെവലപ്പ് ചെയ്യും. അവർ പറയുന്ന സ്റ്റോറീസ്, അവർ പറയുന്ന പ്രായോഗികമായ കാര്യങ്ങൾ, ധാരാളം ജ്ഞാനം അവരിലേക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, നമുക്ക് നമ്മുടെ ഈ പേരൻസുമായിട്ട് ഗ്രാൻഡ് പേരൻസുമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാരങ്ങളൊക്കെ കുറച്ച് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും ആവശ്യമില്ല.
കാരണം അവർ മോഡേൺ ടെക്നോളജിയിലും കൂടുതൽ കാര്യം അതിൽ ആശ്രയിക്കുകയാണ്. ഇപ്പം ഞാനൊരിടത്ത് ക്ലാസ് എടുക്കാൻ പോയി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം പുറകിൽ നിന്ന് ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഗലേഷ്യൻസ്, ദ ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ക്ലാസ്സിൻ്റെ അവസാനം, ടീൻസ് തന്നെയാണ്, യൂത്ത് ആൻഡ് ടീൻസ് ക്ലാസ്സാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, അങ്കിൾ ഗലേഷ്യൻസിലെ ഏത് തിയറിയാണ് വിശ്വസിക്കുന്നത്? പ്രായമുള്ളവരിപ്പുണ്ട്, ഇവനൊരു 16 വയസ്സ് കാണും. ആ ഗലേഷ്യൻസിൽ 2 തിയറി ഉണ്ട്, അതിനകത്ത് ഏത് തിയറി അങ്കിൾ വിശ്വസിക്കുന്നെന്ന്. ഞാൻ ആ തിയറി പറഞ്ഞില്ല, കാരണം അവൻ അപ്പോഴേ ഇരുന്ന് ഗൂഗിളിൽ എന്ത് ചെയ്യായിരുന്നു, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് എന്ന് അടിച്ചിട്ട് അതിനകത്തെ തിയറി എന്തെല്ലാമാണ് എന്ന് അവൻ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഒരു സഹോദരനോട് പറഞ്ഞ് വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം പറയാം. ഒരു പ്രശസ്തനായ തിയോളജിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഈ വിശ്വാസ പ്രമാണങ്ങളുടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ്, ക്രിസ്തീയ വിശ്വാസം എത്ര വലുതാണ്, മുസ്ലിംസിനെതിരെ നമ്മൾ പോരാടണം, ഈ ലോകത്തിലുള്ള എല്ലാ തെറ്റായ കാര്യങ്ങളൊക്കെ പോരാടണം എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞ് റെഫർ ചെയ്തത് ആ ഒരു ദൈവദാസനെ, പേര് ഞാൻ പറയുന്നില്ല, ആ ഒരു ദൈവദാസൻ്റെ പേരാണ്. ഒരു ഇന്ത്യൻ അമേരിക്കനാണ്. ഉടനെ ആ സഹോദരനോട് പറഞ്ഞതാണ്, ബ്രദറെ, ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ മനുഷ്യൻ പാപത്തിൽ പിടിക്കപ്പെട്ട് മുഴുവൻ പാപത്തിലേക്ക് പോയി അവസാനം ദാരുണമായി കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ കാര്യമാണോ അങ്കിളെടുത്ത് പറയുന്നത് ചോദിക്കുന്നു. കാരണം എന്നാ, ഗൂഗിളിലിരുന്ന് അവൻ ഈ മനുഷ്യനെക്കുറിച്ചുള്ള സെർച്ച് ചെയ്യാണ്. നമ്മുടെ പിള്ളേരും നമ്മളെക്കാളും അഡ്വാൻസാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ പ്രായമുള്ളവരോട് കൂടെ ചേർന്നുള്ള വാസം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ഒരുമിച്ച് അവരോട് ചേർന്ന് കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, എന്നാൽ എന്നെ വളരെ സ്പർശിച്ച 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ സഹോദരിമാർ, അവർക്ക് 2 കൈയേ ഉള്ളൂ. പഴമക്കാരായ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പെൺബുദ്ധി പിൻബുദ്ധി. പണ്ടാരോ പറഞ്ഞതാ, ആണോ പെൺബുദ്ധി പിൻബുദ്ധിയാണോ? ഒരിക്കലും അല്ല. ഇതാരോ പറഞ്ഞതാ. പക്ഷെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി. ഞാനൊരു കാര്യം വ്യക്തമായി ചോദിക്കുകയാണ് നിങ്ങളോട്, പുരുഷന്മാർക്കാണോ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഉള്ള കഴിവ് കൂടുതൽ, അതോ സഹോദരിമാർക്കാണോ? സഹോദരന്മാരെ തന്നെ പറയട്ടെ, സഹോദരിമാർക്കാ. ശരിയല്ലേ? ഒരാളെ നമ്മൾ കാണുമ്പോൾ എന്താ പറയും, അവൻ ആൾ ശരിയല്ല, അവൻ്റെ നോട്ടം അത്ര കറക്റ്റല്ല. അപ്പോൾ ഭർത്താവിനോട് പറയാം, നിങ്ങൾക്ക് എല്ലാ മനുഷ്യനെയും കണ്ട ഉടനെ ഇങ്ങനെയാണ്. അങ്ങനെയൊന്നും അല്ല, പക്ഷേ ഓൾമോസ്റ്റ് എന്തായിരിക്കും കറക്റ്റാകും. അതവിടെ നിൽക്കട്ടെ. ഒരേ സമയം ഭർത്താക്കന്മാർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഭാര്യമാർക്കോ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ടാസ്കിൻ്റെ ഉസ്താദുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ. നിങ്ങൾ നോക്കിയേ, 2 കൈയേ ഉള്ളൂ. ഈ 2 കൈ കൊണ്ട് വീട്ടിലുള്ള എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്. ഇന്നത്തെ കുടുംബം വിവാഹം കഴിക്കാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ലാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഈ സ്ത്രീകളുടെ ജോലി ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയും സെലിബ്രിറ്റീസും പറയുന്നതുകൊണ്ടാണ്. ഗർഭം ധരിക്കുന്നത്, പ്രസവിക്കുന്നത്, വീട്ടിലെ ജോലി ചെയ്യുന്നത്, ഇതൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് എത്രയും ബ്ലസ്സഡ്നെസ് ആണെന്നുള്ളതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന കാര്യം. അത് ഭയങ്കര അനുഗ്രഹമാണ്. വീട്ടിൽ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ജോലി എന്ന് പറയുന്നത് എത്രയോ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ഇത് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഓർക്കണം. നമ്മളെ പരിപാലിക്കാൻ നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എത്ര വലുതാണ്. ഞങ്ങളുടെ ചർച്ചിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അവൻ്റെ പേര് നോഹ എന്നാണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചർച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഓടാനായിട്ട് പാടില്ല. അങ്ങനെ ഓടാൻ പാടില്ല. ഞാനിരിക്കുന്നതിൻ്റെ സൈഡിൽ ഇൻവേർട്ടറിൻ്റെ ഇതുണ്ട്, മേശയുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വടി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്, ചൂരൽ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പിള്ളേർ ഓടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ ചൂരലിങ്ങനെയാണ്. അപ്പം തന്നെ അവിടെ പോയിരുന്നോളും. പേരൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അവരെ അടിക്കും.
നിങ്ങൾക്ക് പരിഭവമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ വെളിയിൽ കൊണ്ടുപോയി അടിച്ചിട്ടുമുണ്ട്. കൈ തൂക്കി വെച്ചിട്ട് ചർച്ചിൽ ആരാധനയ്ക്ക് എടുക്കുക. അത് കഴിഞ്ഞ് അലച്ചോട്ട പ്രശ്നമില്ല. കർത്തൃവേശം ആരാധന നടക്കുമ്പോൾ വളരെ സൈലൻ്റ് ആയിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഇത് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ വടി കാണിക്കത്തേ ഉള്ളൂ, വളരെ ഡീസൻ്റാണ്. പക്ഷേ ഈ 2 വയസ്സായ നോഹ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ അവനുള്ളത്. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ വന്നു കഴിയുമ്പോൾ അവൻ ആ സിറ്റുവേഷൻ അങ്ങോട്ട് മനസ്സിലാകാത്തതുകൊണ്ട് അവനെന്ത് ചെയ്യും, ഓടി നടക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ ലിബറലായി. കാരണം പണ്ടെൻ്റെ അറിവില്ലാത്ത സമയത്ത് ഞാൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ ലിബറലായി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഒച്ച എടുക്കാതെ പോയി അവൻ അതിൽ ഓടിക്കോട്ടെ, ഒച്ച എടുക്കുമ്പോൾ തന്നെ വെളിയിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറയും. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നറിയാം, നേരെ ഫ്രണ്ട് വരും. ആ സിസ്റ്റർ ആരാധനയ്ക്ക് വന്നിട്ട് 3 മണിക്കൂറാണ് ഞങ്ങളുടെ ആരാധനയും വചന ശുശ്രൂഷയെല്ലാം. അതിനകത്ത് 2 മണിക്കൂറും വെളിയിലായിരുന്നു. 2 വയസ്സേ ഉള്ളൂ. അപ്പം സിജി എന്നാണ് മോടെ പേര്. സിജിമോളോട് ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട്? എൻ്റെ അങ്കിളെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എന്നാണെന്നറിയാം, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വർക്ക് ഫ്രം ഹോമാണ്, എന്നാൽ പോലും ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ്റെ ബാല്യകാലം എൻജോയ് ചെയ്യുകയാണ്, ഞാനും എൻജോയ് ചെയ്യുകയാണ്. നിങ്ങളെയൊക്കെ വലുതാക്കാനായിട്ട് എന്ത് കഷ്ടപ്പാട് അവർ ചെയ്തു. ഒരമ്മ ഡെലിവറി സമയത്ത് അനുഭവിക്കുന്ന വേദന എത്രയെന്നറിയാമോ? ഒരു ആൾ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന വേദന 45 ഡെൽ യൂണിറ്റാണ്. ഒരു ഡെലിവറി സമയത്ത് അമ്മ അനുഭവിക്കുന്ന വേദന 57 ഡെൽ യൂണിറ്റാണ്. അതായത് 20 അസ്ഥികൾ ഒരേ സമയം ഒടിയുമ്പോഴുള്ള വേദന. അത്ര വേദന നൽകിയാണ് നമ്മളെയൊക്കെ എന്ത് ചെയ്തത്, ഈ ഭൂമിയിലേക്ക് അമ്മമാർ ജനിപ്പിച്ചത്. ഇന്ന് ഈ അമ്മമാരുടെ മുഖത്ത് നോക്കി പിള്ളേർ തള്ള എന്ന് വിളിക്കാൻ തുടങ്ങി, മിണ്ടാതെ അവിടെ ഇരുന്നോണം എന്ന് പറയാൻ തുടങ്ങി, നിങ്ങൾക്കിതിനകത്ത് ഒരു റോളും ഇല്ല എന്ന് പറയാൻ തുടങ്ങി. അത് ചെറുപ്പക്കാരുടെ കാര്യം. പ്രായമുള്ളവരുടെ കാര്യമോ? നമുക്കൊക്കെ 50ആയി, 52ആയി, 54ആയി, 58ആയി, 60ആയി. നമുക്ക് പ്രായമുള്ളവരെ കാണുന്നത് എങ്ങനെയാ? ഒരു ബാധ്യതയാണ്. ഞാനൊരു വീഡിയോ, എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചൊരു വീഡിയോ. അങ്ങനെ ചോദിക്കുകയാണ്, ഹൂ ഈസ് യുവർ പേരൻസ്? ആരാണ്? ഹൂ ഈസ് യുവർ പേരൻസ്? ആരാണ് നിങ്ങളുടെ പേരൻസ്? നിന്നെ കാണുന്നതിന് മുമ്പ് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണവർ. നിങ്ങളെ കണ്ടില്ല, പക്ഷെ അതിനു മുമ്പ് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണവർ. നിങ്ങൾ വയറ്റിൽ ഉരുവായപ്പോൾ തന്നെ നിങ്ങളെ കണ്ടില്ല, പക്ഷെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ്. നിങ്ങൾക്ക് പ്രായമായപ്പോൾ, നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി എത്ര നാൾ അവർ ഉറക്കം കളഞ്ഞവരാണവർ. നിങ്ങളെ ഒന്ന് ഉടുപ്പിക്കാൻ, ഊട്ടാൻ എന്ത് ബുദ്ധിമുട്ടിയവരവരാണ്. നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങളെ സ്കൂളിൽ അയക്കാൻ അവർ അനുഭവിച്ച ബുദ്ധിമുട്ട് എത്ര വലുതാണെന്നറിയാം. നിങ്ങൾക്കൊരു നേരത്തെ ആഹാരം തരാൻ, വയറ് നിറയ്ക്കാൻ ആ പേരൻസ് കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എത്ര വലുതാണെന്നറിയാം. നിങ്ങൾക്ക് മാന്യമായൊരു ജോലി നേടിത്തരാൻ അവരുടെ സമ്പാദ്യം മുഴുവൻ അവർ വേണ്ടാന്ന് വെച്ചു, അതെല്ലാം നിസ്സാരമാക്കി കളഞ്ഞു. നിനക്ക് നല്ലൊരു ജോലി നേടിത്തരാൻ, നിനക്ക് ഉന്നതമായ വിദ്യാഭ്യാസം തരാൻ അവരെ മുണ്ട് മുറുക്കി കുത്തിയാണ് അവർ ജീവിച്ചത്. ആ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത്, ആ വേദനയുടെ സമയത്ത് അതൊന്നും നിങ്ങളെ അറിയിച്ചില്ല. നിങ്ങൾ കാശ് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കത് തന്നു. പക്ഷേ ഇപ്പോൾ പ്രായമായി, അവരുടെ മുഖം ചുളിഞ്ഞു, അവരുടെ കൈയൊക്കെ ചുളുവായി. ഇപ്പോൾ പോലും നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരിക്കൽ പോലും അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഒരിക്കൽ പോലും അവരെ നിങ്ങൾ തള്ളിക്കളയരുത്, അനാഥശാലകളിൽ കൊണ്ടാക്കരുത്. കാരണം അവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം, നിങ്ങളുടെ ഏറ്റവും വലിയ നന്മ അവരാണ്. അവരെ കൂടാതെ ഒരു നന്മ നിങ്ങൾക്കില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരനോട് ഞാൻ പറയട്ടെ, ഈ പ്രായമായവർ നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കണം. കാരണം നിങ്ങളെ അവർ സ്നേഹിച്ചതിന് പരിധിയില്ല, നിങ്ങളെ അവർ കരുതിയതിന് പരിധിയില്ല. അങ്ങനെയാണെങ്കിൽ ആ പേരൻസിനെ ഒരിക്കൽ പോലും ഉപേക്ഷിക്കരുത്. എത്ര പ്രായമായാലും, എത്ര വയ്യാതായാലും അവരെ വേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. കാരണം എന്നറിയാമോ? ബിക്കോസ് യു ആർ their past, future, everything is their life. അവരാണ് നമുക്ക് ഏറ്റവും വലിയ കാരണം. അവരാണ് നമ്മുടെ ഫ്യൂച്ചറും ഭാവിയും വർത്തമാനവും കഴിഞ്ഞകാലം എല്ലാം. അതുകൊണ്ട് ഒരിക്കൽ പോലും അവരെ നിങ്ങൾ തള്ളിക്കളയരുത്. ഞാനൊരു പോയിന്റ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ
മറക്കരുത്, ഈ പോയിന്റ് മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ആ വാചകം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഗ്രാൻഡ് പേരൻസ് ഉള്ളവർ, പ്രായമായവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കുടുംബത്തിന് ഉത്തരവാദിത്തമുണ്ട്, സഭയ്ക്ക് അതിനേക്കാളും വലിയ ഉത്തരവാദിത്തമുണ്ട്. അവരെ ഒന്ന് കാണാൻ, പോയി കാണാൻ, പ്രാർത്ഥിക്കാൻ, അവരോട് സമയം ചിലവഴിക്കാൻ. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ചർച്ചിൽ ചെയ്തൊരു പ്രോഗ്രാമാണ്, ഈ പ്രായമാർക്ക് വേണ്ടി ചെയ്തൊരു പ്രോഗ്രാമിൻ്റെ പേരാണ് തണൽ. തണലിന് മാത്രമായിട്ടുള്ള പ്രോഗ്രാം. പ്രായമായ 68 വയസ്സ്, 65 മുതൽ മേലോട്ടുള്ളവർക്കാണ്. പക്ഷെ 68 മുതലാണ് ആളുകൾ വന്നത്. 84, 85 വയസ്സ് വരെയുള്ളവർ വന്നു. പല സഭകളിൽ ചേർന്ന് നടത്തിയ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് പേര് തണലെന്നായിരുന്നു. എന്താ തണലിൻ്റെ അർത്ഥം? അവരിന്ന് വടവൃക്ഷമായി അതിൻ്റെ തണലിലാണ് ആര് കഴിയുന്നത്? മക്കളും കൊച്ചുമക്കളും എല്ലാം. ആ തണലില്ലായിരുന്നെങ്കിലോ? നമ്മളത് ഓർത്ത് നോക്കി. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രൂപ്പാണ്. എന്താ പറയുക? ഡിസ്ഫങ്ഷണൽ ഫാമിലി. എന്താ ഈ ഡിസ്ഫങ്ഷണൽ ഫാമിലി? നമ്മുടെ ഓരോ സഭകളിലും ഈ ഡിസ്ഫങ്ഷണൽ ഫാമിലി ഉണ്ട്. എന്താ ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ? 2 മക്കളോ 3 മക്കളോ ഉണ്ടാകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. എന്താണെന്നറിയാം? ഇവളപ്പൻ്റെ മോളാണ്, ഇവൻ അമ്മയുടെ മോനാണ്. നമ്മൾ പറയാറില്ലേ? അറിഞ്ഞോ അറിയാതെയോ പറയുന്നൊരു കാര്യമാണ്. ചെറുപ്പം മുതൽ ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വൈകാരികമായ കാര്യങ്ങൾ നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. ചെറുപ്പം മുതൽ അങ്ങനെ പറയാതിരിക്കട്ടെ. അപ്പന്മാരല്ലേലും അങ്ങനെ പെമ്മക്കളുടെ തെറ്റൊന്നും എന്ത് ചെയ്യില്ല, കാണൂല എന്ന് അമ്മമാർ കൂടെ പറയുന്നൊരു കാര്യമാണ്. ഇന്ന് അങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് പോലും നിർത്തിയേക്കണേ. അങ്ങനെ പറയാൻ പാടില്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്നറിയാമോ? കുഞ്ഞുങ്ങൾക്ക് അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എത്ര വലുതാണെന്നറിയാം. ഞങ്ങൾ ഒരുപാട് വ്യക്തികളെ കൗൺസിൽ ചെയ്യുന്ന ആളുകളാണ്. ആ കൗൺസിലിംഗ് രഹസ്യങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് പുറത്തു പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഉണ്ടാകുന്നത് വീട്ടിൽ അമ്മമാരും അപ്പന്മാരും തമ്മിലുള്ള ഈ ഡിഫറൻഷ്യേറ്റീവാണ്, ഈ വ്യത്യാസങ്ങളാണ്. സഭയ്ക്ക് എന്താണ് ഉത്തരവാദിത്തം? ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആളുകളെ നേരിലൊന്ന് കാണാനുള്ളതായ മനസ്സ് സഭകൾക്കുള്ള ആളുകൾക്കുണ്ട്. എന്തെല്ലാമാണ് വ്യത്യാസം എന്നറിയാമോ? കുട്ടികൾക്കിടയിലുള്ള വിവേചനമുണ്ട്, വികാര പ്രകടനത്തിലുള്ള വിവേചനമുണ്ട്. സ്വഭാവമായിട്ട് എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ പറയും, നിങ്ങളുടെ അല്ലേ മോൻ, നിങ്ങളുടെ സ്വഭാവം അല്ല പിന്നെ ആര് കാണിക്കും? പിന്നെ പറയും, നിന്റെ എല്ലേടി മോള്, ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കുന്നത്? സിമ്പിൾ വാചകമാ. പ്രായമായ അല്ലെങ്കിൽ ഒരു പക്വതയായി 13, 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിക്കത്തില്ലായിരിക്കാം. പക്ഷെ ചെറുപ്പത്തിലെ അവരെ കിട്ടുന്ന ഈ വിവേചനതരമായ കാര്യങ്ങൾ ഡിസ്ഫങ്ഷൻ ആകുകയാണ്. അത് വലിയ പ്രശ്നങ്ങളിലേക്കും പ്രയാസത്തിലേക്കും നയിക്കുന്നതാണ് എന്നുള്ള കാര്യം മറക്കാനായിട്ട് പാടില്ല. അടുത്തത് ഗാഡ്ജറ്റിന് അടിമകളായ കുടുംബം. ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാവർക്കും എന്തുണ്ട്? ഫോണുണ്ട്. ആ പിക്ചറിനകത്ത് അവരുടെ നായിക്ക് വരെ ഫോണുണ്ട്. എല്ലാവർക്കും ഫോണുണ്ട്. ഫോണുള്ളത് നല്ലതാണ്. പക്ഷേ ഈ ഫോൺ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേരൻസ് എപ്പോഴെങ്കിലും മക്കളുടെ ഫോണൊന്ന് പരിശോധിക്കുന്നുണ്ടോ? മക്കളുടെ ഫോൺ പരിശോധിക്കുക എന്ന് പറഞ്ഞത് എപ്പോഴും ആകാംക്ഷയോടെ എന്തുവാടി ഇതിനകത്ത് എന്ന് പറഞ്ഞ് ചെയ്യരുത്. അങ്ങനെ കുറ്റപ്പെടുത്തി പരിശോധിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കണം. ഞങ്ങളുടെ ചർച്ചിലുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തന് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് എടുത്തു, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തു. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു മോനെ ഞാൻ ആക്കിയിട്ടുണ്ട് ഈ പിള്ളേരുടെ മൂവ്മെൻറ്റ്സും ഗൂഗിളിലുള്ള മൂവ്മെൻറ്റ്സും മുഴുവൻ. അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ അവനറിയാം അവൻ്റെ ഇതുമായിട്ട് ഗാഡ്ജറ്റുമായിട്ട് ഇതിൽ ലിങ്കാണ്. അപ്പോൾ എന്ത് ഉണ്ടെങ്കിലും അവന് പെട്ടെന്ന് ഇൻഡിക്കേഷൻ കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ അവൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ നമ്പറും അവൻ്റെ ഫോണുമായിട്ട് ലിങ്കാണ്. പെട്ടെന്ന് അവൻ എനിക്ക് മെസ്സേജ് ചെയ്തു, അങ്കിൾ
ജോഷുവ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട്, അങ്കിൾ ഇപ്പം തന്നെ ചോദിക്കണം. ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട മോനെ, ഞാൻ ചോദിച്ചോളാം. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ച വന്നപ്പോൾ ഞാൻ അവൻ്റെ അമ്മയോട് ചോദിച്ചു, ജോഷുവയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് ആദ്യം ചോദിച്ചു. 11 വയസ്സ്. അങ്കിളിന് അറിയാമല്ലോ. പിന്നെ അല്ല, ഞാൻ നോടൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. 11 വയസ്സ്. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്ത് കണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുക്കണം, എത്ര വയസ്സ് ഉണ്ടാകണമെന്ന് അറിയാമോ? അറിയില്ല. 18 വയസ്സാണ് അതിൽ കൊടുത്തിരിക്കുന്ന കാര്യം. ജോഷുവയ്ക്ക് എത്ര വയസ്സുണ്ട്? 11 വയസ്സ്. എൻ്റെ പേരിൽ അങ്കിൾ എടുത്തത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല. അതിനകത്ത് വരുന്ന വീഡിയോസിൻ്റെ കാര്യം അറിയാമോ? ഒന്നും അറിയത്തില്ല. നീ ആ ഫോൺ ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, ഗെയിംസ് കളിക്കാനെന്ന് ഞാൻ കൊണ്ടുപോവാണെന്ന് പറഞ്ഞു. 11 വയസ്സ് മാത്രമുള്ള ആ കുഞ്ഞ്. എൻ്റെ ചർച്ച നടന്ന സംഭവമാണ് ഞാൻ തുറന്നു പറഞ്ഞത്. ഞാൻ അവനെ ഒന്നും പറഞ്ഞില്ല, ആ പയ്യനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, അന്നേരം ഒന്നും പറഞ്ഞില്ല. 2 ഹസ്ബൻഡിനെ വൈഫിനെ വിളിച്ച് ഞാൻ ധാരാളം വഴക്ക് പറഞ്ഞു. എന്നിട്ട് അവനെ കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സണലി എൻ്റെ കിട്ടി. ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഭയങ്കര അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നൊരു ചോദ്യമായിരുന്നു. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന കാര്യം, നിനക്ക് ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? നിനക്ക് ജോയിൻ അക്കൗണ്ട് തുടങ്ങാനും ഈ ഇൻഫർമേഷൻ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഉടനെ അവൻ പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ ഇഷ്ടം പോലെ വണ്ടികളിടാം. അവൻ വണ്ടിപ്രാന്തനാണ്. ഈ ലോകത്തിലുള്ള മുഴുവൻ വണ്ടികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ അവനറിയാം. അത്രയ്ക്ക് ജ്ഞാനമുള്ളവനാണ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 1-2 വീഡിയോസ് എൻ്റെ കയ്യിൽ വന്നു. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ അക്കൗണ്ട് കൂടാം ഇതൊക്കെ വന്നു. ഇങ്ങനെ പോപ്പപ്പായിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് അറിഞ്ഞെന്ന് പറഞ്ഞു. എന്തോ കണ്ടത്? വണ്ടി. എന്തോ അവൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്? വാഹനങ്ങളുടെ കാര്യം. പോപ്പപ്പായിട്ട് വന്നു, അവനത് കണ്ടു. ഇനി എത്ര സാധനം പോപ്പപ്പ് രീതിയിൽ വന്നു എന്നുള്ളത് പേരൻസും അറിയത്തില്ലൊന്നും അറിയത്തില്ല. ഞാൻ അവസാനം പറഞ്ഞു, നിൻ്റെ ഫോൺ കൊണ്ടുവരണമെങ്കിൽ ഗൂഗിൾ ഹിസ്റ്ററി നോക്കണം. ഡിലീറ്റ് ചെയ്ത് ഗൂഗിൾ ഹിസ്റ്ററി മൂലം ഞാൻ റിക്കവർ ചെയ്ത് നോക്കി. 11 വയസ്സേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്ത ഗൂഗിൾ ഹിസ്റ്ററി മുഴുവൻ ഞാൻ റിക്കവർ ചെയ്ത് ഞാൻ നോക്കി. അവൻ ഏതെല്ലാം സൈറ്റാണ് കണ്ടത്, ഏതെല്ലാം ഡീറ്റെയിൽസാണ് കണ്ടതെന്ന് അവൻ്റെ ഫോൺ ഞാൻ ചെക്ക് ചെയ്തു. വിമർശിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവനെ അധിക്ഷേപിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ അവനോട് സ്നേഹബുദ്ധിയാ കുറേ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കൗൺസിലിംഗ് രീതിയിൽ കുറേ ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. ഈ ചോദ്യങ്ങളൊന്നും അവന് വ്യക്തമായ ഉത്തരവില്ല. അവസാനം അതിൻ്റെ സെഷൻസിൻ്റെ അവസാനം അവൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന്. 11 വയസ്സ് മാത്രമുള്ള അവൻ്റെ പേരോടെ ഞാൻ പറഞ്ഞു, ജോഷു എന്ന് പറയുന്ന കുട്ടി ഭയങ്കര ബ്രില്യൻ്റാണ്. പക്ഷെ എന്താ പ്രശ്നം അറിയാം? ഗാഡ്ജറ്റിന് അടിമയാണ്. നമ്മൾ അടിമകളാണോ? ഈ ഫോൺ ഒന്ന് മാറിയിരുന്നാൽ, ഇപ്പം ടോയ്ലറ്റിൽ പോകുമ്പോഴെന്തും കൊണ്ട് പോകും? വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് വിടാം, ചാറ്റ് ചെയ്യാം. നോ. ഈ കുടുംബങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ അഡിക്ഷൻ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അഡിക്റ്റ് ആണോ ഇല്ലയോ എന്നറിയാം. സ്ക്രീൻ ടൈം നോക്കിയാൽ മതി. നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കിയാൽ മതി. എത്ര ദിവസമാണ്, എത്ര മണിക്കൂറാണ് ഒരു ദിവസം? 18 hours ഒക്കെ നോക്കുന്ന ആളുകൾ എനിക്കറിയാം. 18 hours സ്ക്രീൻ ടൈം. 18 hours ആണ് ഒരു ദിവസം. ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ എണ്ണം കൂടുവാണോ കുറയുവാണോ? കൂടുക. അപ്പം എനിക്കെന്ത് സഭയിൽ എന്ത് ചെയ്യാൻ പറ്റും? സഭയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സഭയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ഞാൻ വരാൻ പോവാണ്. നാളെ ഞാൻ അതിനെക്കുറിച്ച് പറയാം. സഭയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗാഡ്ജറ്റിന് അടിമകളായിരിക്കുന്ന ആളുകളെ കുടുംബത്തിലുള്ളവരാണ് ചെയ്യേണ്ടത്. കാരണം എന്നറിയാമോ? ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഇഷ്ടം മാത്രം ചെയ്യാൻ വേണ്ടിയല്ല. നമ്മുടെ എന്തെങ്കിലും ഇഷ്ടം മാത്രം ചെയ്യാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ പ്രത്യേകമായ കയ്യൊപ്പ് കൂടാതെ ഈ ലോകത്തിൽ ഒരാളും ജനിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പ്രത്യേക ഇൻറ്റൻഷൻ ഇല്ലാതെ ഈ ലോകത്തിൽ ഒരാൾ പോലും ജനിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഞാനെന്തിനാ ഈ ലോകത്ത് ജനിച്ചേ? ഞാനെന്തിനാ ഈ ലോകത്ത് ജീവിച്ചേ? എല്ലാവരും പ്രസംഗിക്കുന്ന പോലെ ഞാൻ പ്രസംഗിച്ചാൽ എൻ്റെ പ്രസംഗത്തിന് എന്താണ് ഡിഫറൻസ്? എല്ലാവരും ക്ലാസ് എടുക്കുന്ന പോലെ എല്ലാവരും സന്തോഷിച്ച് സുഖിപ്പിച്ച് ക്ലാസ് എടുത്താൽ എന്നെ എന്തിനാ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്? ഐ ആം ഡിഫറെൻറ്റ്. നിങ്ങളെല്ലാവരും ഡിഫറെൻ്റാണ്. അതുകൊണ്ട് എൻ്റെ വാട്സപ്പിനകത്ത് എൻ്റെ റൈറ്റിങ്സ് എഴുതിയിരിക്കുന്നത് ഗോഡ് മെയ്ഡ് മീ ഡിഫറെൻ്റ് എന്നാണ്. ഗോഡ് മെയ്ഡ് മീ ഡിഫറെൻറ്റ്.
നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. എന്തിനാണ് നമ്മളെ വ്യത്യസ്തരാക്കിയിരിക്കുന്നറിയാമോ? സം ചേഞ്ചസ് ഈ ഭൂമി വരുത്താൻ വേണ്ടിയാണ്. നമ്മുടെ സഭയിൽ ചില ചേഞ്ചസ് വരുത്താൻ വേണ്ടിയാണ്. ഇങ്ങനെ അഡിക്റ്റായിട്ടുള്ള പേരൻസും സ്റ്റുഡൻസും വർദ്ധിക്കുന്ന സമയത്ത് ചർച്ചയായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു പേഴ്സണൽ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്നതിനാണോ കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുന്നത്, അതോ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇത് കാണുന്നതിനാണോ? വേറെ ആരോടും നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി. ബൈബിൾ വായിക്കുന്നതിന് എത്ര സമയം നമ്മൾ എടുക്കുന്നു? അതിനേക്കാളും കൂടുതൽ സമയമാണോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഉപയോഗിക്കുന്നത്? നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരാളാണ് ഞാൻ. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. കാരണം ഞാൻ ഒരു കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞങ്ങൾ തരുന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഒരു ദിവസം 450-ലധികം ഗ്രൂപ്പിൽ ഞാൻ അയക്കുന്ന ഓഡിയോസ് അയക്കുന്നുണ്ട്. ജീവസന്ദേശം എന്ന ഓഡിയോ 450-ലധികം ഗ്രൂപ്പിൽ. എനിക്കത് അയക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഏകദേശം ഒരു 45 to 50 മിനിറ്റ്സ് ആവശ്യമാണ്. 5 ഗ്രൂപ്പിൽ മാത്രമേ ടിക്കറ്റ് അയക്കാൻ പറ്റത്തുള്ളൂ. കത്തോലിക്കരുടെ 10-16 ഗ്രൂപ്പ്, പെന്തിക്കോസുകാരുടെ 10-30 ഗ്രൂപ്പ്, ബ്രദറുകാരുടെ ഗ്രൂപ്പ്, ഇവാഞ്ചലിക്കുകാർ, ഓർത്തഡോക്സുകാർ, ഹിന്ദുക്കളുടെ ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാൻ ഈ ജീവസന്ദേശം രാവിലെ അയക്കുന്നുണ്ട്. പക്ഷേ അയക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എഴുന്നേറ്റ ഉടനെ എൻ്റെ ലൈഫിലെ പ്രിൻസിപ്പിൾ ഇതാണ്: ഫസ്റ്റ് ടോക്ക് വിത്ത് ഗോഡ്. ആദ്യത്തെ എൻ്റെ സംഭാഷണം എൻ്റെ ദൈവത്തോടായിരിക്കും. ഫസ്റ്റ് റീഡിങ് റീഡ് ഫ്രം ദ ബൈബിൾ. എൻ്റെ ആദ്യത്തെ വായന ബൈബിൾ മാത്രമായിരിക്കും. നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം. ദിനമതിൻ്റെ തുടക്കത്തിൽ മനുവേലിൻ്റെ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികില്ലെന്നാണ് സൈമൺ സാർ പാടിയത്. വളരെ കറക്റ്റാണ്. രാവിലെ ദൈവത്തിൻ്റെ വചനം വായിക്കാനൊന്നും ഈ ഗാഡ്ജറ്റിൻ്റെ പുറകെ പോയാൽ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാളും വലിയ ഇൻഫർമേഷൻ തരുന്നതാണ് ബൈബിൾ. അപ്പം നമ്മുടെ റോൾ എന്താണ്? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നാം കേട്ട ഈ ചെറിയ ചിന്തകൾ, ഡിഫറെൻ്റായിട്ടുള്ള ഈ ചിന്ത, നമ്മുടെ സഭകളിലുള്ള ആളുകളുടെ ഡിഫറൻഷ്യേറ്റീവ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഞാൻ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ നിർമ്മലനായിരിക്കുന്നു, എൻ്റെ സഭയിൽ എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ജോയിൻറ്റ് ഫാമിലി ഉണ്ട്, DANK ഫാമിലി ഉണ്ട്, പ്രായമായവരുണ്ട്, ഡിസ്ഫങ്ഷനായ ആൾക്കാർ എൻ്റെ ചർച്ചിലുണ്ട്, ഗാഡ്ജറ്റിന് അടിമകളായിട്ടുള്ള ആളുകൾ എൻ്റെ ചർച്ചിലുണ്ട്. കർത്താവേ, എന്നെ ഒരു വ്യത്യസ്തനാക്കി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? എനിക്കെന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു നിമിഷം അവരുടെ അരികിലേക്കൊന്ന് ചെല്ലാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ, അവരെ ഒന്ന് ഫോൺ വിളിക്കാൻ, അവരെ കൂടെ ചേർന്നിരിക്കാൻ. കർത്താവേ, എന്നെ സഹായിക്കണമേ. ഞാൻ തന്നെ ഈ ഗാഡ്ജറ്റുകൾക്ക് അടിമയായി ദൈവത്തിൽ നിന്ന് വളരെ അകലുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ മുമ്പാകെ കൂടുതൽ സമയം ചിലവഴിപ്പാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. വേദപുസ്തകമാണ് ഏറ്റവും പ്രാധാന്യം. അത് ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, ദിവസത്തിൻ്റെ ആദ്യം തന്നെ അത് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് തന്നെ നമ്മളെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാളെയുടെ ഈ പഠനം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ചില മാറ്റം ഉണ്ടാകുവാൻ കർത്താവ് കാരണമാക്കി തീർക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കണം.